Hi everyone, my name is Naomi Marin. I'm an ACC member. Apply Commerce Academy ACC Academy head ആണ്. So in today's video, we'll be discussing everything about ACC. ACC കോഴ്സിൻ്റെ ഒരു ഓവർവ്യൂ ആയിരിക്കും നമ്മളിന്ന് നോക്കുന്നുണ്ടാവുക. സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് കാണുന്നുണ്ടായിരിക്കും triplyca.com. ഈ triplyca.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് ACC ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൽ ACCനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഓവർവ്യൂ, കോഴ്സ് റൂട്ട്, സിലബസ്, ഡ്യൂറേഷൻ, എവറിത്തിങ് ഇസ് ദെയർ. സോ നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ പോയിട്ട് ഈ triplyca.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ ഈ ഒരു വിൻഡോയിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ആവും. സോ നിങ്ങൾക്ക് തന്നെ ACCനെ പറ്റി നോക്കാൻ പറ്റും. ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ACC എന്താണ് എന്നുള്ളത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ACCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്നാണ്. ACC എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്, വിച്ച് ഇസ് റെക്കഗ്നൈസ്ഡ് ഇൻ ഓവർ 180+ കൺട്രീസ്. 180ലധികം രാജ്യത്ത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു ഇന്റർനാഷണൽ പ്രൊഫഷണൽ കോഴ്സാണ് ACC എന്ന് പറയുന്നത്. ആൻഡ് ACCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് UK-ലാണ്. ആൻഡ് UK-യിൽ ACCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ പലരും ഈ ACC എന്ന് പറയുന്ന കോഴ്സ് UK-യിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് അല്ലെങ്കിൽ UKCA ആണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇൻ റിയാലിറ്റി ഇറ്റ്സ് നോട്ട് ട്രൂ. ACC എന്ന് പറയുന്ന കോഴ്സ് ഒരു ഗ്ലോബൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണ്. ഒരു കൺട്രി സ്പെസിഫിക് അല്ല, ഗ്ലോബൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി, ഗ്ലോബൽ CA എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണ് ACC എന്ന് പറയുന്നത്. So when you come down, you can see that ACC is one of the oldest accounting bodies in the world. ലോകത്തിലെ തന്നെ one of the oldest accounting bodies ആണ് ACC എന്ന് പറയുന്നത്. 100+ years ആയിട്ട് ഉള്ള ഒരു അക്കൗണ്ടിങ് ബോഡിയാണ് ACC. ACC was founded in 1904. 1904ലാണ് ACC ഫൗണ്ട് ചെയ്തത്. ആൻഡ് 100+ years ആയിട്ട് ഉള്ള ഒരു അക്കൗണ്ടിങ് ബോഡിയാണ് ACC. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദാറ്റ് currently ACC has got 252,000+ qualified professionals. ഇത്രയും ക്വാളിഫൈഡ് പ്രൊഫഷണൽസും അതുപോലെ തന്നെ 525,000 സ്റ്റുഡൻസുമാണ്. എൻറോൾ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 525,000+ സ്റ്റുഡൻസ് ആണ് ഇപ്പം കറൻ്റ്ലി ACCയിൽ എൻറോൾഡ് ആയിട്ടുള്ളത്. ആൻഡ് വെൻ യു കം ഡൗൺ, ഐ ഹോപ്പ് ദാറ്റ് ഓൾ ഓഫ് യു ആർ ഫെമിലിയർ ദാറ്റ് ACC എന്ന് പറയുന്നൊരു പേപ്പർ വൈസ് കോഴ്സാണ്. ഇതിൽ 13 പേപ്പേഴ്സാണ് ടോട്ടൽ വരുന്നത്. ആൻഡ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 to 3 years ആണ് നമ്മൾ യൂഷ്വലി പറയുക. പക്ഷേ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ചിലപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് 2 years കൊണ്ട് തീർത്തും തരാം, ചിലപ്പം 2 to 3 years വരെ എടുക്കാം. ആൻഡ് 1.5 വർഷം കൊണ്ട് തീർക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ ACC എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് ടോട്ടൽ 13 പേപ്പേഴ്സാണ്. ഈ 13 പേപ്പേഴ്സിനെ നമ്മൾ 3 ലെവൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്: നോളജ് ലെവൽ, സ്കിൽ ലെവൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽ. അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഈ 3 ലെവൽസിൽ 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ 3 ലെവൽസിൽ 13 പേപ്പേഴ്സും അതുപോലെ തന്നെ EPSM എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്. ആ മൊഡ്യൂളും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളൊരു ACC അഫിലിയേറ്റ് ആവുന്നത്. സോ ACC അഫിലിയേറ്റ് ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് തീർന്നില്ല. സോ ഇഫ് യു വാണ്ട് ടു ബിക്കം എൻ ACC ക്വാളിഫൈഡ്, അതായത് ACC എന്ന് പറയുന്ന ലെറ്റേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബിക്കം എൻ ACC മെമ്പർ. നിങ്ങൾ ACC മെമ്പർ ആയി മാത്രമാണ് ACC ക്വാളിഫൈഡ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. പേപ്പർ മാത്രം എഴുതി കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ACC അഫിലിയേറ്റ് ആവുള്ളൂ. അപ്പോൾ മെമ്പർ ആവണമെങ്കിൽ നമുക്ക് ACCയെ ഒരു 36 months എക്സ്പീരിയൻസ് വേണം. നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളൊരു 3 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ACC മെമ്പർ ആകാൻ പറ്റുള്ളൂ. ഈ 13 പേപ്പേഴ്സ് എഴുതി കംപ്ലീറ്റ് ചെയ്യണം, EPSM മൊഡ്യൂൾ ചെയ്യണം, അതുപോലെ 3 years റിലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ്. നമ്മൾ ACCയിൽ പഠിച്ചിട്ടുള്ള കാര്യം, ACC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ജോബ്സ് അത് ചെയ്ത് കഴിയുമ്പോഴാണ്, അത് 36 months നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളൊരു ACC മെമ്പർ ആവുന്നത്. സോ വെൻ യു കം ഡൗൺ, യു ക്യാൻ സീ ദാറ്റ് എക്സാം വിൻഡോസ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മുമ്പേ പറഞ്ഞു നമുക്ക് 3 ലെവൽസാണ് ACCക്ക് ഉള്ളത്: നോളജ് ലെവൽ, സ്കിൽ ലെവൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽ. അപ്പോൾ ഇതിൽ എക്സാം വിൻഡോസ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഈ നോളജ് ലെവൽ വരുമ്പോഴത്തേക്കും നമുക്ക് എക്സാംസ് ഓൺ ഡിമാൻഡ് എക്സാംസാണ്. ഓൺ ഡിമാൻഡ് എക്സാംസ് എന്ന് പറഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു പേപ്പർ പഠിച്ചു കഴിഞ്ഞു. ഇപ്പം ഫസ്റ്റ് പേപ്പർ BT എന്ന് പറഞ്ഞ പേപ്പർ നിങ്ങൾ ഫുൾ പഠിച്ചു, നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, നിങ്ങൾ എക്സാമിന് റെഡിയാണ്. അപ്പം എനി ടൈം എനി ഡേ നിങ്ങൾക്ക് പോയിട്ട് എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റും. അവൈലബിലിറ്റി നോക്കിയിട്ട്, CB സെൻറ്റേഴ്സിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നാളെ വേണമെങ്കിൽ പോയിട്ട് ബുക്ക് ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റും. അതിനാണ് ഓൺ ഡിമാൻഡ്. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അതിനാണ് ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറയുന്നത്. ഈ നോളജ് ലെവലിലെ പേപ്പേഴ്സ് എല്ലാം ഓൺ ഡിമാൻഡ് എക്സാമാണ്. നെക്സ്റ്റ് സ്കിൽ ലെവൽ. സ്കിൽ ലെവലിലെ ഒരു പേപ്പർ ഒഴിച്ച്, അതായത് ആദ്യത്തെ പേപ്പർ ലോ, അതൊഴിച്ച് ബാക്കി എല്ലാ പേപ്പേഴ്സും സെഷൻ വൈസ് എക്സാമാണ്, സെയിം ആസ് പ്രൊഫഷണൽ ലെവൽ. ഈ സ്കിൽ ലെവലിലെ പേപ്പേഴ്സും പ്രൊഫഷണൽ ലെവലിലെ പേപ്പേഴ്സും നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാം അല്ല, നമുക്ക് സെഷൻ വൈസ് എക്സാമാണ്. ഇയർലി നമുക്ക് 4 വിൻഡോസ് ആണുള്ളത്: മാർച്ച്, ജൂൺ, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ. ഈ ഒരു ടൈമിൽ മാത്രമാണ് നമുക്ക് ഈ സ്കിൽ ലെവലും പ്രൊഫഷണൽ ലെവലും എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ നോളജ് ലെവലിലെ പോലെ നമ്മൾ ഓൺ ഡിമാൻഡ് എക്സാംസ് അല്ല. ഈവൻ ഇഫ് യു ആർ റെഡി വിത്ത് ദി പേപ്പർ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡൻ്റ് ആണെങ്കിലും നമുക്ക് സെഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ മാർച്ച്, ജൂൺ, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ എന്നീ ഒരു സെഷൻസിലായിരിക്കും
ഡേറ്റ്സും അവർ തരും. ആ ഡേറ്റ്സിലായിരിക്കും നമുക്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക. അല്ലാതെ നോളജ് ലെവലിലെ പോലെ നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാംസ് അല്ല സ്കിൽ ലെവൽസിനും പ്രൊഫഷണൽ ലെവൽസിനും വരുന്നത്. ഓക്കെ, സോ കമ്മിങ് ഡൗൺ ജോബ്സ് ആണ്. നമ്മൾ ACCA കംപ്ലീറ്റ് ചെയ്താൽ എന്തൊക്കെ ജോബ്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക? സോ ACCA എന്ന് പറഞ്ഞൊരു കോഴ്സ് തന്നെ ഒരു ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു കോഴ്സാണ്. സോ നിങ്ങൾ ACCA ചെയ്താൽ നിങ്ങൾക്ക് ടാക്സിൽ വർക്ക് ചെയ്യാം, ഓഡിറ്റിൽ വർക്ക് ചെയ്യാം, കൺസൾട്ടിങ്ങിൽ വർക്ക് ചെയ്യാം, റിസ്കിൽ വർക്ക് ചെയ്യാം, ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ആയിട്ട്, ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആയിട്ട്, അങ്ങനെ ഒരു വാസ്റ്റ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ACCA പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു 180+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. ഈ കൺട്രീസിലെല്ലാം MNC മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ട്. ഈ കമ്പനീസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് വെൻ യു കം ഡൗൺ നിങ്ങൾക്ക് ഈ കൺട്രീസിലൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. ആൻഡ് വെൻ യു കം ഡൗൺ യു ക്യാൻ സീ ദ ബിഗ് 6 കമ്പനീസ്. ഈ ബിഗ് 6 കമ്പനീസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ 6 സർവീസ് പ്രൊവൈഡിങ് കമ്പനീസാണ് ബിഗ് 6 എന്നറിയപ്പെടുന്നത്. അതിൽ ഉള്ള കമ്പനീസാണ് ഡിലോയിറ്റ്, EY, PwC, KPMG, റാം തോട്ടൻ ആൻഡ് BDO. ഈ 6 കമ്പനീസിനെയാണ് ദ ബിഗ് 6 കമ്പനീസ് എന്നറിയപ്പെടുന്നത്. അപ്പം ഒരു കൊമേഴ്സ് പ്രൊഫഷണലിൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഈ ടോപ്പ് കമ്പനീസാണ് ACCA സ്റ്റുഡൻസ് അല്ലെങ്കിൽ ACCA പാസ്സായ ആൾക്കാർ പ്രിഫർ ചെയ്യുക. ബട്ട് ദീസ് ആർ നോട്ട് ദി ഓൺലി കമ്പനീസ് ദാറ്റ് യു ക്യാൻ വർക്ക് ഇൻ. ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കമ്പനീസ് കാണാൻ പറ്റും, മൾട്ടിനാഷണൽ കമ്പനീസ്. ഈ കമ്പനീസിലൊക്കെ നമുക്ക് ACCA കഴിഞ്ഞ ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ACCA ഈസ് ഫോളോയിങ് ഇൻ്റർനാഷണൽ ലോസ് ആൻഡ് റെഗുലേഷൻ. IFRSും IASും പോലെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസും ആണ് നമ്മൾ ACCAയിൽ പഠിക്കുക. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൾട്ടിനാഷണൽ കമ്പനീസിലെല്ലാം ACCAക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ജനറൽ സ്കിൽ സെറ്റ് ടു ബിക്കം എൻ ACCA. ഒരു ACCA ആവണമെങ്കിൽ വേണ്ട സ്കിൽ സെറ്റ് എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് എന്ന് കേൾക്കുമ്പോഴത്തേക്കിനും എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ അക്കൗണ്ടൻസി മാത്രം അല്ലെങ്കിൽ മാത്സ് മാത്രമാണ്, അതിൽ തിയറി ഒന്നുമില്ല എന്നുള്ള ഒരു ജനറലൈസേഷൻ ഉണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് ട്രൂ. ACCA എന്ന് പറയുന്ന കോഴ്സ് 50% തിയറി ആൻഡ് 50% കാൽക്കുലേഷൻസ് ആണ്. ഒരു ബാലൻസ് ഓഫ് ബോത്ത് ആണ് നമുക്ക് ACCA എന്ന് പറയുന്ന കോഴ്സിലുണ്ടാവുക. ആൻഡ് ഇഫ് യു ആർ എ +2 സ്റ്റുഡൻറ്റ്, +2 കഴിഞ്ഞ് വരുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്കിൽസ് എല്ലാം ഉണ്ടായിരിക്കില്ല. ഇൻ്റർപ്രിട്ടേഷൻ സ്കിൽസ്, ആപ്ലിക്കേഷൻ സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, കാൽക്കുലേഷൻ സ്കിൽസ്, ഈ സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് ബിൽഡബിൾ. നമുക്ക് പോകെ ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കിൽസാണ് ACCA. കൂടുതൽ പ്രാക്ടീസ് ചെയ്താണ് നമുക്ക് ആ സ്കിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ACCA ഇസ് ഡിസൈൻ ഇൻ എ വേ ദാറ്റ് ഈ നോളജ് ലെവലിൽ തൊട്ട് പ്രൊഫഷണൽ ലെവലിൽ എത്തുന്നവരെ ഒരു വലിയൊരു ജേണിയാണ്. നമ്മൾ നോളജ് ലെവലിൽ ബേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈവൻ ഇഫ് യു ആർ നോട്ട് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ്, സയൻസ് ആണെങ്കിൽ പോലും നമുക്ക് ബേസിൽ നിന്നാണ് എന്താണ് അക്കൗണ്ടൻസി, എന്താണ് ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് ബേസിൽ നിന്നാണ് ഈ നോളജ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇത്രയാണ് ACCAയുടെ കോഴ്സിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ. ACCA എന്ന് പറയുന്ന കോഴ്സ് ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇന്ന് 13 പേപ്പേഴ്സ് ആണുള്ളത്. 3 ലെവൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്: നോളജ് ലെവൽ, സ്കിൽ ലെവൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽ. ആൻഡ് ഈ 13 പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ EPS എന്ന് പറഞ്ഞ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു അഫിലിയേറ്റ് ആവും. അത് കഴിഞ്ഞിട്ടൊരു 3 years നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് എടുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ മെമ്പർ ആവുക. സോ ഇത്രയാണ് ACCA കോഴ്സിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോഴ്സ് റൂട്ട് നോക്കാം. സോ ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് ഹുസ് കംപ്ലീറ്റഡ് +2 കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ACCAക്ക് ജോയിൻ ചെയ്യുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ഒരു കോഴ്സ് റൂട്ട്. അത് നിങ്ങൾ 13 പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ACCAക്ക് 13 പേപ്പേഴ്സാണ് ടോട്ടൽ ഉള്ളത്. ആ 13 പേപ്പേഴ്സ് നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്യണം. നോളജ് ലെവൽ, സ്കിൽ ലെവൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽ. ഈ 13 പേപ്പേഴ്സ് എഴുതി EPS എന്ന് പറഞ്ഞ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ACCA അഫിലിയേറ്റ് ആവുക. ആൻഡ് നമ്മൾ സിലബസിലേക്ക് പോകുമ്പോഴത്തേക്കിനും നോളജ് ലെവലിൽ വരുന്ന പേപ്പേഴ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്: ബിസിനസ് ടെക്നോളജി, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ഈ നോളജ് ലെവലിനെയും സ്കിൽ ലെവലിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നത് ഫണ്ടമെൻ്റൽ ലെവൽ പേപ്പേഴ്സ്. ഫണ്ടമെൻ്റൽ ലെവൽ എന്നാണ് നോളജ് ലെവലിനെയും അതുപോലെ സ്കിൽ ലെവലിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കാം. അപ്പോൾ അപ്ലൈഡ് സ്കിൽസിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇത്രയും പേപ്പേഴ്സാണുള്ളത്: കോർപ്പറേറ്റ് ലോ, പെർഫോമൻസ് മാനേജ്മെൻറ്റ്, ടാക്സേഷൻ, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഓഡിറ്റ് ആൻഡ് അഷുറൻസ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇപ്പം അപ്ലൈഡ് നോളജിനെയും അപ്ലൈഡ് സ്കിൽസിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നതാണ് F ലെവൽ പേപ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ 12th കഴിഞ്ഞ് ഡയറക്റ്റ് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, 12th കഴിഞ്ഞ് ഡയറക്റ്റ് ACCA ചെയ്യാൻ വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ F1 to P ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താലാണ് നിങ്ങളൊരു ACCA അഫിലിയേറ്റ് ആവുള്ളൂ. ഈ ACCA അപ്ലൈഡ് നോളജിലെ സ്കില്ലിലെ പേപ്പേഴ്സിനെ F1, F2, F3 അങ്ങനെ F9 വരെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പേപ്പേഴ്സ് 13 പേപ്പേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ACCA അഫിലിയേറ്റ് ആവത്തുള്ളൂ. ആൻഡ് ACCA നമുക്ക് ടോട്ടൽ മാർക്സ് വരുന്നത് 100 മാർക്സിലാണ്. ഈ 100 മാർക്സിൽ 50 ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പാസ്സാവത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നോളജ് ലെവലിൽ നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാംസ് ആണ്.
ഓൺ ഡിമാൻഡ് എക്സാംസ് എല്ലാം തന്നെ MCQs ആണ്. അത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമില്ല, എല്ലാം MCQs ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ആൻഡ് വെൻ കംസ് ടു അപ്ലൈഡ് സ്കിൽസിൽ ആദ്യത്തെ ഒരു പേപ്പർ മാത്രം കോർപ്പറേറ്റ് ലോ മാത്രം ഓൺ ഡിമാൻഡ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ അത് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കി പേപ്പേഴ്സ് എല്ലാം നമുക്ക് സ്കിൽ ലെവൽസിൽ ബാക്കി താഴെയുള്ള പെർഫോമൻസ് മാനേജ്മെൻറ്റ്, ടാക്സേഷൻ, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഓഡിറ്റ് ആൻഡ് അഷുറൻസ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് സെഷൻ വൈസ് എക്സാം ആണ്. ആൻഡ് അതിൽ നമുക്ക് മിക്സ്ചർ ഓഫ് MCQs ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും നമുക്ക് വരിക. MCQs മാത്രമല്ല, രണ്ടും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഉണ്ടാവും നമുക്ക്, അതുപോലെ MCQs ഉണ്ടാവും. പക്ഷേ നമുക്ക് ഔട്ട് ഓഫ് 100 ആണ്, 50 മാർക്സ് വേണം പാസ്സാവാനായിട്ട്. ആൻഡ് വെൻ കംസ് ടു പ്രൊഫഷണൽ ലെവൽ, സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവലിൽ നമുക്ക് ടോട്ടൽ 6 പേപ്പേഴ്സ് ആണുള്ളത്. പക്ഷേ ഇതിൽ 4 എണ്ണം മാത്രം നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. അതിൽ ആദ്യത്തെ 2 പേപ്പർ മാൻഡേറ്ററി ആണ്, അത് നമുക്ക് ചോയ്സ് ഇല്ല. SBL ആൻഡ് SBR അത് നമുക്ക് എന്തായാലും എഴുതിയേ പറ്റത്തുള്ളൂ, നമുക്ക് ചോയ്സ് ഇല്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന പേപ്പേഴ്സ് ഓപ്ഷണൽ പേപ്പേഴ്സാണ്. അതിൽ ഈ 4 പേപ്പറിൽ നമുക്ക് ഏതെങ്കിലും 2 എണ്ണം മാത്രം ചൂസ് ചെയ്താൽ മതി. അപ്പം സ്ട്രാറ്റജിക് ബിസിനസ് ലീഡറും സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിങ് കഴിഞ്ഞ് ഓപ്ഷണൽ പേപ്പേഴ്സ് ഏതെങ്കിലും 2 പേപ്പറും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അഫിലിയേറ്റ് ആവും. ആൻഡ് പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് MCQs സ്കിൽ ലെവലിൽ നമ്മൾ കണ്ടു, നമുക്ക് MCQs ഉണ്ട്, അതുപോലെ ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. പക്ഷേ സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് MCQs ഇല്ല, നമുക്ക് ആകെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഒരു കേസ് സ്റ്റഡി ആയിരിക്കും, നമുക്കത് ഡിസ്ക്രിപ്റ്റീവ് മാത്രം, നമുക്ക് ആ കേസ് സ്റ്റഡി ഇവാലുവേറ്റ് ചെയ്യുക, കേസ് സ്റ്റഡിക്ക് ഉള്ള ആൻസർ കൊടുക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാകും. ആൻഡ് ഇപ്പോൾ 12th കഴിഞ്ഞ് വരുന്നൊരു സ്റ്റുഡൻറ്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിലെ കരിക്കുലം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. നമ്മൾ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ ബൈ ഹാർട്ട് ചെയ്താലും മഗപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ടെസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നു അങ്ങനെ തന്നെയാണ്. വാട്ട് ഈസ് ദിസ്, അല്ലെങ്കിൽ ഡിഫൈൻ ദിസ്, ഡിസ്ക്രൈബ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് 12th വരെ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ACCയിലെല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും ACCയിൽ ഡെഫിനിഷനോ അല്ലെങ്കിൽ വാട്ട് ഈസ് ദിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേ വേണ്ട. നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കേസ് സ്റ്റഡി ബേസ്ഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ACCയിൽ ഉണ്ടാവുക. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് നമുക്കത് അതിൻ്റെ ഒരു ഗ്രാസ്പ് കിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ACC എക്സാം പാസ്സാവാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് തന്നെ. സോ ഇത്രയാണ് നമ്മുടെ ACCയുടെ പേപ്പേഴ്സ് വരുന്നത്. അപ്ലൈഡ് നോളജ് ലെവൽ, സ്കിൽ ലെവലിൽ, പ്രൊഫഷണൽ ലെവലിൽ 13 പേപ്പേഴ്സ് ആണുള്ളത്. സോ 12th കഴിഞ്ഞ് ഡയറക്റ്റ് ACCയിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ 13 പേപ്പേഴ്സും എഴുതണം. അതുപോലെ EPS എന്ന് പറഞ്ഞ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ACC അഫിലിയേറ്റ് ആവുന്നത്. സോ കോഴ്സ് രജിസ്ട്രേഷൻ ആരൊക്കെയാണ് ഇത് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്? ഈ ACC 12th കഴിഞ്ഞ് ഡയറക്റ്റ് ACCയിലേക്ക് വരാനായിട്ട് എലിജിബിൾ ആവുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഡസൻറ്റ് നെസസറിലി മീൻ ദാറ്റ് നിങ്ങളൊരു കോമേഴ്സ് പ്രൊഫഷണൽ അല്ലെങ്കിൽ കോമേഴ്സ് സ്റ്റുഡൻ്റ് ആവണം എന്നുള്ള ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ACCക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ദാറ്റ് നിങ്ങളിപ്പോൾ ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് അക്കൗണ്ടൻസിക്ക് അതുപോലെ തന്നെ ഇംഗ്ലീഷിലും 65% കൂടുതൽ മാർക്കും, അതുപോലെ ബാക്കി പേപ്പേഴ്സിനെല്ലാം 50% കൂടുതൽ മാർക്സുമാണ് വേണ്ടത്. ബട്ട് നിങ്ങളിപ്പോൾ ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് അല്ല, നിങ്ങൾ 12th സയൻസ് ആയിരുന്നു എടുത്തെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അതുപോലെ മാത്സിനും ഈ 2 സബ്ജക്ട്സിനും 65% കൂടുതൽ മാർക്കും, ബാക്കി സബ്ജക്ട്സിനെല്ലാം 50% കൂടുതൽ മാർക്കും അതിനുണ്ടെങ്കിൽ നമ്മൾ ACC ഡയറക്റ്റായിട്ട് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. സോ ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് ഹു ഹാസ് കംപ്ലീറ്റഡ് ഡിഗ്രി കഴിഞ്ഞ് ACCയിൽ ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു കോഴ്സ് റൂട്ട് വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് നോളജ് ലെവൽ പേപ്പേഴ്സ് എല്ലാം എക്സിംപ്റ്റഡ് ആയിരിക്കും. നിങ്ങൾ ഏത് ഡിഗ്രി ആണോ ചെയ്തത് അതിനനുസരിച്ച് നമുക്ക് ACC എക്സിംഷൻസ് തരും, എക്സിംഷൻസ് അവാർഡ് ചെയ്യും. നമ്മൾ പ്രയർ ലേണിങ്ങിന് ACC റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഏത് ഡിഗ്രി ആണ് ചെയ്തതെന്ന് വെച്ചിട്ട് നമുക്ക് ACCയിൽ 4 to 5 പേപ്പേഴ്സ് വരെ എക്സിംപ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ സ്കിൽ ലെവൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നോളജ് ലെവലിലെ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് എക്സിംപ്റ്റഡ് ആയിരിക്കും, നിങ്ങൾ സ്കിൽ ലെവൽ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സ്കിൽ ലെവൽ, പ്രൊഫഷണൽ ലെവൽ അതുപോലെ EPS മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അഫിലിയേറ്റ് ആവും. ഇത്രയാണ് ACCയെ പറ്റി പറയാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.